എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് എക്സാമുകൾ മക്കളിപ്പോ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഓരോ ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ ദാ ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലെ? എന്താണ് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് 6 ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്നില്ലേ? എന്തൊക്കെയാണ് ആ 6 ചിത്രങ്ങൾ എന്ന് എല്ലാവരും ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. എന്തൊക്കെയാ കാണാൻ പറ്റുന്നേ നിങ്ങൾക്ക്? ആദ്യമായിട്ട് തന്നെ അല്ലെ നമുക്കൊരു സിംഹത്തിനെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? സിംഹം എന്ന് പറയുന്നത് കാട്ടിൽ ജീവിക്കുന്ന വലിയൊരു ആനിമൽ അല്ലേ? യെസ്. അടുത്തതായിട്ട് ആരാ? തൊട്ടപ്പുറത്ത് തന്നെ ഒരു കടുവയും കാണാൻ സാധിക്കുന്നുണ്ട്. കടുവ എവിടെയാ താമസിക്കുക? കടുവ കാട്ടിലാണ് അല്ലെ? ഇനി അതിന്റെ തൊട്ടപ്പുറത്ത് ആരെയാ കാണാൻ സാധിക്കുന്നത്? അവിടെ ആരാ ഉള്ളത്? പറഞ്ഞ എല്ലാവരും. അതൊരു കാക്കയാണല്ലേ? കാക്കയെ നമ്മൾ എല്ലായിടത്തും കാണാറില്ലേ? നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ വരാറുണ്ട് അല്ലെ? നമ്മൾ കൊടുക്കുന്ന ചോറൊക്കെ തിന്നാറുണ്ട്. അപ്പൊ കാക്ക നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന തരത്തിലുള്ള എന്താണെന്നൊന്ന് പറഞ്ഞേ. അതൊരു പക്ഷിയാണ് അല്ലെ? നോക്കിക്കേ, ആദ്യം കണ്ടത് സിംഹമാണ്, രണ്ടാമത് കണ്ട കടുവയാണ്. ഈ കടുവയും സിംഹത്തിനെയും പോലെയാണോ ഉള്ളത് നമ്മുടെ ഈ കാക്ക? അല്ല അല്ലെ? കാക്കയ്ക്ക് പറക്കാൻ സാധിക്കും. കാരണം എന്താ? കാക്ക ഒരു പക്ഷിയാണ്. ഇനി അടുത്തതായിട്ട് കാണുന്നത് എന്താന്ന് നോക്കിക്കേ. അടുത്തതായിട്ട് കാണുന്നത് താമരയാണ് അല്ലെ? താമരയാണ്. അത് കഴിഞ്ഞ് അടുത്തതായിട്ട് കാണുന്നത് എന്താ? പീകോക്ക് എന്ന് നിങ്ങൾ പറയും. മലയാളത്തിൽ നമ്മൾ അതിനെ മയിൽ എന്ന് പറയും അല്ലെ? എന്താ പറയാ? മയില്. ഇനി ഏറ്റവും അവസാനമായിട്ട് കാണുന്നത് എന്താ? പനിനീർ പൂവാണ് അല്ലെ? റോസാ പൂവ് എന്ന് നമ്മൾ പറയാറുണ്ട്. നിങ്ങളുടെ വീടുകളിലൊക്കെ ഇല്ലേ? അപ്പൊ എങ്ങനെയാ കൂട്ടുകാരെ നമ്മൾ ഇവരെ തരംതിരിക്കുക? ഒന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ നമ്മൾ ഇവരെ എങ്ങനെ തരംതിരിക്കും? ടീച്ചറുടെ മക്കൾ എല്ലാവരും നല്ല ഗംഭീരമായിട്ട് ടീച്ചർക്ക് ഉത്തരം പറഞ്ഞു തരുമോ? യെസ്. ആദ്യത്തെ കോളത്തിൽ നമുക്ക് എന്ത് എഴുതാം? ജീവികൾ എന്ന് എഴുതാം അല്ലെ കൂട്ടുകാരെ? എന്ത് എഴുതാൻ പറ്റുക? ജീവികൾ. ജീവികൾ എന്ന് പറയുമ്പോ അല്ലെ കാട്ടിൽ ജീവിക്കുന്ന ജീവികളാണ്. അതുകൊണ്ട് നമുക്ക് അവയെ വന്യമൃഗങ്ങൾ എന്ന് വേണമെങ്കിലും പറയാം. മനസ്സിലായോ? യെസ്. അപ്പൊ നിങ്ങളാണേ എനിക്ക് പറഞ്ഞു തന്നത് ജീവികൾ. ഇനി രണ്ടാമത് എന്താ നമ്മൾക്ക് എഴുതാൻ പറ്റുക? പൂക്കൾ അല്ലെ? യെസ്. എന്ത് എഴുതാൻ വേണ്ടി പറ്റും? പൂക്കൾ എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ ടീച്ചർ എഴുതാൻ വേണ്ടി പോവുകയാണ്. പൂക്കൾ. യെസ്. മൂന്നാമതായിട്ട് നമ്മൾ എന്താ എഴുതുക? എല്ലാവരും ഒന്ന് ടീച്ചറുടെ കൂടെ പറഞ്ഞേ. മൂന്നാമതായിട്ട് നമ്മൾ എന്താ കണ്ടത്? അത് പക്ഷികളാണ് അല്ലെ? എന്താണ്? പക്ഷികളാണ് നമ്മൾ കണ്ടത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? പക്ഷികൾ. യെസ്. എഴുതിയത് മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തലക്കെട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യണം. മനസ്സിലായോ? അതിനു വേണ്ടിയിട്ടാണ് ടീച്ചർ എഴുതി കാണിച്ചത്. അപ്പൊ ജീവികൾ, പൂക്കൾ, പക്ഷികൾ. പിടികിട്ടിയോ നിങ്ങൾക്ക്? യെസ്. അപ്പൊ നമ്മൾ ജീവികളിൽ ഏതൊക്കെ എഴുതുക? പറഞ്ഞ എല്ലാവരും. സിംഹം. യെസ്. എന്താ എഴുതുക? സിംഹം. പിന്നെ കടുവ. ഇങ്ങനെ താഴെ താഴെ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? യെസ്. പൂക്കൾ ഏതൊക്കെയാണുള്ളത്? താമര കണ്ടു, റോസ് കണ്ടു അല്ലെ? താമരയും റോസുമാണ് നമ്മൾ കണ്ടത്. പക്ഷികൾ ഏതൊക്കെയാ കണ്ടത്? നമ്മൾ കാക്കയെ കണ്ടു, അതേപോലെ തന്നെ മയിലിനെ കണ്ടു. കണ്ടില്ലായിരുന്നോ? യെസ്. ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടുകാരെ? എഴുതാൻ വേണ്ടിയിട്ട്. മക്കൾക്ക് മനസ്സിലായോ? ടീച്ചർ പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായോ? യെസ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞുങ്ങൾ അത് ആലോചിച്ചിട്ട് വേണം ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ടാണ് ടീച്ചർ എഴുതി തന്നെ കാണിച്ചത്. അതേപോലെ അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യം ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ? സ്കെയിൽ ഉപയോഗിച്ച് കോളം വരയ്ക്കേണ്ടത് പറഞ്ഞു തന്നിട്ടുണ്ട്. യെസ്. അതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.